നമസ്കാരം. കേരള പവർ ബോർഡ് ഓഫീസേഴ്സ് ഫെഡറേഷൻ എറണാകുളം ജില്ലാ സമ്മേളനവും വിരമിച്ചവരെ ആദരിക്കലും എറണാകുളം കച്ചേരിപ്പടിയിലുള്ള ആശീർവാദ് ഹാളിൽ വെച്ച് എറണാകുളം MLA TJ വിനോദ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് നീത് ആന്റണി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ രഞ്ജു ഫ്രാൻസിസ് സ്വാഗതവും പറഞ്ഞു. ജനറൽ സെക്രട്ടറി ബിജു പ്രകാശ് SP മുഖ്യപ്രഭാഷണവും നടത്തി. കേരളത്തിൽ ഭരണമാറ്റം വരും. TJ വിനോദ് MLA. KSEBയുടെ ടോപ്പ് ലെവൽ മാനേജ്മെന്റിന്റെ മുഖമുദ്ര കെടുകാര്യസ്ഥതയാണെന്നും ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തുണ്ടായിരുന്ന ദീർഘകാല കരാർ റദ്ദാക്കി അതിനേക്കാൾ വില കൂടിയ വൈദ്യുതി പുറമേ നിന്ന് വാങ്ങിക്കൊണ്ടിരിക്കുന്നതും യാതൊരുവിധ ദീർഘവീക്ഷണവുമില്ലാതെ നെറ്റ് മീറ്ററിംഗ് പോലുള്ള അബദ്ധങ്ങൾ സൗരോർജ്ജ മേഖലയിൽ നടപ്പിലാക്കിയതും വർദ്ധിച്ചു വരുന്ന സോളാർ എനർജി വിനിയോഗിക്കാനായി പമ്പ്ഡ് സ്റ്റോറേജ് പ്രോജക്റ്റ് പോലുള്ള പദ്ധതികൾ ആദ്യമേ തന്നെ വിഭാവനം ചെയ്യാതിരുന്നതും മണിയാർ പോലുള്ള സ്വകാര്യ പദ്ധതികൾ പാട്ടകാലാവധി കഴിഞ്ഞിട്ടും തിരിച്ചെടുക്കാത്തതുമെല്ലാം ഇതിന് ഉത്തമ ഉദാഹരണങ്ങളാണെന്ന് MLA TJ വിനോദ് ചൂണ്ടിക്കാട്ടി. നമ്മുടെ കാലഘട്ടത്തിൽ അത് ഭരണപരമായി ലാഭത്തിൽ പ്രവർത്തിച്ചിരുന്ന KSEB ഇന്ന് നഷ്ടത്തിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. അത് മറ്റുള്ള ആളുകൾ അംഗീകരിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ പറഞ്ഞ ഏകദേശം 4000 കോടി രൂപയുടെ നഷ്ടം KSEBക്ക് ഉണ്ടെന്നാണ്. അപ്പോൾ തീർച്ചയായും അത്തരത്തിൽ KSEBയുടെ ഒരു പ്രവർത്തനത്തെ സംബന്ധിച്ച് വല്ലാത്ത ഒരു സാഹചര്യത്തിലാണ്. ഡിസ്ട്രിബ്യൂഷൻ രംഗത്ത് ചിലപ്പോൾ ലാഭം ഉണ്ടാകും, പക്ഷെ മൊത്തത്തിൽ എടുക്കുമ്പോൾ നമ്മൾ KSEB ഒരു നഷ്ടത്തിലാണ് പോകുന്നത് എന്നുള്ളതാണ് യഥാർത്ഥം. KSEB പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങിക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും 4 രൂപ 12 പൈസയ്ക്കാണ് ശ്രീ ആര്യാടൻ മുഹമ്മദ് മന്ത്രിയായിരിക്കുമ്പോൾ KSEB പർച്ചേസ് ചെയ്തിരുന്നത്. പക്ഷേ ഈ ഗവൺമെന്റ് വന്ന ശേഷം ആ പർച്ചേസ് തെറ്റാണെന്നും അധിക വിലയ്ക്കാണ് ഇത് വാങ്ങിക്കുന്നതെന്നെല്ലാം പറഞ്ഞ് വലിയ പ്രചണ്ഡമായ പ്രചരണം നടത്തി ഇപ്പോൾ ഏകദേശം 8 രൂപ 9 രൂപയ്ക്കാണ് KSEB വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 4 രൂപയാണ് ഒരു യൂണിറ്റിന് KSEBക്ക് പ്രതിദിനം നഷ്ടമുണ്ടാകുന്നു. അപ്പം ഇതെല്ലാം നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിന്റെ ഒരു മിസ്മാനേജ്മെന്റ് ആണെന്നുള്ള കാര്യത്തിൽ ഏറെ സംശയമില്ല. ഒരു ഗവൺമെന്റ് ഉണ്ടാക്കിയിരുന്ന ഒരു എഗ്രിമെന്റ് റദ്ദ് ചെയ്ത് അത് നാടിനും സമൂഹത്തിനും ബോർഡിനും എല്ലാം നഷ്ടം വരുത്തുന്ന രീതിയിലേക്ക് മാറ്റുമ്പോൾ ആ നഷ്ടം യഥാർത്ഥത്തിൽ ഈ ഉത്തരവാദികളിൽ നിന്ന് ഈടാക്കുക എന്നുള്ളതാണ് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമം. ഒരു കരാറ് കൊടുക്കുമ്പോൾ ആ കരാറ് കൊടുത്തത് ക്യാൻസൽ ചെയ്ത് വീണ്ടൊരു കരാർ കൊടുക്കുമ്പോൾ നിലവിലുള്ള കരാറിനേക്കാൾ കൂടുതലാണ് കരാറെങ്കിൽ ആ കരാറിൽ വരുന്ന ബാധ്യത യഥാർത്ഥത്തിൽ കരാർ കൊടുത്ത ആളുകളിൽ നിന്ന് ഈടാക്കണമെന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ KSEBക്ക് ഉണ്ടായിട്ടുള്ള നഷ്ടം കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഈ പവർ പർച്ചേസുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ളത്. DA കുടിശ്ശിക, അനുവദിച്ച DAയുടെ അരിയർ കുടിശ്ശിക എന്നിവ നൽകാത്തതും ലീവ് സറണ്ടർ PFൽ ലയിപ്പിച്ചതും പോലുള്ള തൊഴിലാളി ദ്രോഹ നടപടികളാണ് ഈ സർക്കാർ 10 കൊല്ലമായി സ്വീകരിച്ചു വരുന്നതെന്ന് MLA കുറ്റപ്പെടുത്തി. കേരള പവർ ബോർഡ് ഓഫീസേഴ്സ് ഫെഡറേഷൻ എറണാകുളം ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള പവർ ബോർഡ് ഓഫീസേഴ്സ് ഫെഡറേഷൻ എറണാകുളം ജില്ലാ പ്രസിഡന്റ് നീത് ആന്റണി അധ്യക്ഷത വഹിച്ചു. വൈദ്യുതി മേഖലയിൽ ഞങ്ങൾ ജീവനക്കാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രതിസന്ധികളെക്കുറിച്ച് ഇവിടെ ഞങ്ങൾ ചർച്ച ചെയ്തു. നിയമനങ്ങൾ നടക്കാത്തതും DA ലീവ് സെൻറ്റർ മുതലായവ ഞങ്ങളുടെ അവകാശങ്ങൾ കിട്ടാത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തു. അപ്പോൾ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ എറണാകുളം MLA ആയ ശ്രീ TJ വിനോദാണ്. ആശംസകൾ അറിയിച്ചത് ശ്രീ ഹെൻറി ഓസ്റ്റിൻ, ടിറ്റോ ആൻ്റണി. മുഖ്യപ്രഭാഷണം നടത്തിയത് ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറിയായ ശ്രീ ബിജു പ്രകാശ് ആണെന്നു. ചടങ്ങിൽ എറണാകുളം DCC വൈസ് പ്രസിഡന്റ് ടിറ്റോ ആൻ്റണി. ഇനി നമുക്ക് വരാൻ പോകുന്ന നല്ല കാലമായിരിക്കും. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, കാരണം നമ്മളുടെ സംഘടനയെ മറന്നുകൊണ്ടുള്ള ഒരു ഭരണവും വേണ്ട എന്നുള്ള വലിയ ഒരു തീരുമാനം നമ്മൾ വരുന്ന മന്ത്രിസഭയിൽ നമ്മൾ എടുപ്പിക്കണം. കാരണം ഇന്നിപ്പോ കളക്ടറേറ്റിൽ ചെന്നാൽ പോലും മറ്റ് ഇടത് അസോസിയേഷന്റെ നേതാക്കന്മാരെ പലപ്പോഴും നമുക്ക് പല കാര്യങ്ങൾക്കും നമുക്ക് ആശ്രയിക്കേണ്ടി വരും. കാരണം ഞാനിപ്പോ കളക്ടറേറ്റിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾക്ക് പല കാര്യങ്ങളും ചെയ്തു തരുന്നത് ഈ CPIയുടെ ജോയിന്റ് കൗൺസിലിലെ ഒരംഗമാണ്. അദ്ദേഹമാണ് നമുക്ക് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നത്. പക്ഷെ നമ്മളുടെ പല ആളുകളും പല മേഖല ഡിപ്പാർട്ട്മെന്റും കാര്യങ്ങളിലും ഇല്ല എന്ന് തന്നെയാണ്. AICC മൈനോറിറ്റി സെൽ കോർഡിനേറ്റർ ഹെൻറി ഓസ്.
ഈ അടുത്ത ഏറ്റവും കൂടുതൽ പ്രചാരം നേടിയ ഒരു വാട്സാപ്പ് വീഡിയോ അല്ലേ, തമിഴ്നാട്ടിൽ ഇത്ര യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കുന്നത് ഇത്ര രൂപ ബില്ലാണെങ്കിൽ അതേ വൈദ്യുതി യൂണിറ്റ് ഉപയോഗിക്കുന്ന കേരളത്തിൽ ഏകദേശം 3 മടങ്ങ് ബില്ല് വരുന്നത് എന്തുകൊണ്ടാണെന്നുള്ളൊരു ചോദ്യം പൊതുസമൂഹത്തിലുണ്ട്. അപ്പോൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയും വിതരണം ചെയ്യാൻ ഉത്തരവാദിത്തമുള്ള KSEBിയിലേക്കാണ് ആ വിരലുകളെല്ലാം ചൂണ്ടപ്പെടുന്നത്. അപ്പോൾ നമ്മളൊരു ഇൻഎഫിഷ്യൻസി അല്ലെങ്കിൽ നമുക്ക് ഉപഭോക്താവിന് മെച്ചപ്പെട്ട സേവനം ഏറ്റവും ചുരുങ്ങിയ നിരക്കിൽ കൊടുക്കാൻ സാധിക്കുക എന്നുള്ളൊരു എഫിഷ്യൻസി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും പൊതുജനങ്ങളെ സംബന്ധിച്ച് KSEB ഒരു വില്ലൻ കഥാപാത്രമായിട്ട് തന്നെയാണ് നിൽക്കുന്നതെന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയണം. എറണാകുളം ജില്ലാ സെക്രട്ടറി സാബി മോൾ. അപ്പം നേരത്തെ നടന്നുകൊണ്ടിരുന്ന ഈവൻ നമ്മുടെ ഓൺലൈൻ ട്രാൻസ്ഫർ അടക്കമുള്ള കാര്യങ്ങൾ ഇതുവരെയും ഒരു ടെസ്റ്റ് റൺ നടത്തി അത് ദോഷമാണെന്നോ അല്ലെങ്കിൽ അത് പ്രാപ്തമാണെന്നോ നമുക്ക് മനസ്സിലാക്കി തരാൻ നമുക്ക് സാധിച്ചിട്ടില്ലാത്ത സാഹചര്യത്തിലാണ് പുതിയ പുതിയ സോഫ്റ്റ്വെയറുകൾ ഒട്ടും പഠനമില്ലാതെ ഒരു കമ്മിറ്റി രൂപീകരിച്ച് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പം ഇതെല്ലാം ബോർഡിന്റെ തെറ്റായ നയമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിജു പ്രകാശ്. അപ്പോൾ സ്വാഭാവികമായും വൈദ്യുതി മേഖലയെ ബാധിക്കുന്ന വിവിധ വിഷയങ്ങൾ ഈ യോഗത്തിൽ ചർച്ച ചെയ്യപ്പെട്ടു. വളരെ നല്ലൊരു ചർച്ച നടന്നു. അതിൽ സ്വാഭാവികമായി ഇപ്പോൾ താരിഫ് ബേസ്ഡ് ബിഡിംഗ് സിസ്റ്റത്തിലൂടെ KSEBയെ തന്നെ കുരുതി കൊടുത്തുകൊണ്ട് കടമെടുപ്പ് പരിധി വർദ്ധിപ്പിക്കുന്ന ഒരു നയത്തെക്കുറിച്ച് ശക്തമായി ഇതിനെക്കുറിച്ച് ചർച്ച നടക്കുകയുണ്ടായി. അങ്ങനെ KSEBയെ ഭാവിയിൽ ബാധിക്കുന്ന ഒരുപാട് വിഷയങ്ങളെക്കുറിച്ച്, പുതിയ റെഗുലേഷൻസിനെ കുറിച്ച് ഒക്കെ വളരെ ശക്തമായ ഒരു ചർച്ച നടന്നു. അങ്ങനെ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ആവശ്യകത വെച്ച് നോക്കുമ്പോൾ ഈ സമ്മേളനം വളരെ മികച്ച ഒരു സമ്മേളനമാണ് എന്നതിൽ സംശയമില്ല. സംസ്ഥാന പ്രസിഡന്റ് മഞ്ജു, സംസ്ഥാന സെക്രട്ടറിമാരായ സീന ജോർജ്. നമ്മുടെ വ്യക്തിത്വത്തിൽ നമ്മുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. നമുക്ക് നമ്മളതായിട്ട് നിന്നാൽ നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിന് ഉത്തമ ഉദാഹരണമാണ് ഞാൻ ഉള്ള വ്യക്തി. കാരണം ഞാൻ ചേർന്നപ്പോൾ ഓയിലായിരുന്നു, അത് കഴിഞ്ഞിട്ടാണ് പവർ ബോർഡിലോട്ട് മാറിയത്. ഞാൻ കുറച്ച് നാളായി, ഏകദേശം ഇപ്പോൾ ഒരു 10 വർഷത്തിലധികമായി, കഴിഞ്ഞ നമുക്ക് ഭരണം കിട്ടിയ സമയത്താണ് ഇങ്ങോട്ട് വന്നത്. എന്നെ പലതരത്തിലും തകർക്കാനായിട്ടും പലതരത്തിലും ഭീഷണിപ്പെടുത്താനായിട്ട് ഇപ്പോഴും ഉണ്ട് ഭീഷണി. ട്രാൻസ്ജെൻഡർ മേഖലയിലോട്ട് വന്നപ്പോൾ ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു മേഖലയാണ് അവരുടെ. അപ്പോൾ അവർ തന്നെ പറഞ്ഞു, മാഡത്തിനെ ഞങ്ങൾ ഇതിലോട്ട് എടുക്കും. ഞാൻ പറഞ്ഞു, എന്നെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ പൊക്കി എടുക്കേണ്ടതെന്ന് അയ്യാലും എൻ്റെ ജഡം വല്ലതായിരിക്കുള്ളൂ കിട്ടണത്, അല്ലാതെ എന്നെ നിങ്ങൾക്ക് തൂക്കാൻ പറ്റില്ല. അതിന് നിങ്ങൾ എന്തിനാണ് ശ്രമിക്കുന്നത്? നിങ്ങൾക്ക് പ്രബലരായ ആൾക്കാരില്ലേ? പക്ഷേ ഇങ്ങനെ തന്നെ നമ്മളെ ബ്രെയിൻ വാഷ് ചെയ്ത് അപ്പോൾ പിടിച്ചു നിൽക്കണമെങ്കിൽ നമ്മൾക്ക് പല ഇതിലും വരും. അപ്പോൾ നമുക്ക് ശക്തി നമ്മളിങ്ങനെ നിന്നാൽ നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ല അവർക്ക്. അതിന് എനിക്ക് തന്നെ അറിയാം. ട്രാൻസ്ഫറാണ് നമ്മളെ പേടിപ്പിക്കുന്നത്. ഇപ്പോൾ ഓൺലൈൻ സിസ്റ്റം വന്നു, നമുക്ക് ഇൻഡെക്സ് ഉണ്ട്, ഒന്നും നമ്മളെ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ എറണാകുളത്തെ വേറൊരു ഫേസ് ചെയ്യുന്ന പ്രശ്നം കാക്കനാട്. ഇപ്പം നമ്മൾ ഗൂഗിളിലായാലും ChatGPTയോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കിയാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വികസനം നടക്കുന്ന സ്ഥലം ഏതാണെന്ന് വെച്ചാൽ കാക്കനാടാണ്. ChatGPTയോട് ചോദിക്കും, ChatGPT എല്ലാം പറഞ്ഞു തരും. ആ സ്ഥലത്തെ അവസ്ഥ എന്ന് വെച്ചാൽ ഉള്ളതാകെ 2 ട്രാൻസ്മിഷൻ, 2 സബ്സ്റ്റേഷൻ, 66 കെവിയുടെ കാക്കനാടും തൃക്കാക്കരി. ഒരു മനുഷ്യൻ ചോദിച്ചാൽ കൊടുക്കാൻ ഫീസിബിലിറ്റി ഇല്ല, സബ്സ്റ്റേഷനിൽ ഫീസിബിലിറ്റി ഇല്ല. തൃക്കാക്കരക്കാരോട് ഒരു സ്ഥലത്ത് ചോദിക്കും, പറയും ഈ ഫീഡറിൽ നിന്നെടുത്ത് അപ്പുറത്തെ ഫീഡറിൽ കൂട്, അപ്പുറത്തെ ഫീഡറിൽ നിന്നെടുത്ത് ഇപ്പുറത്തെ ഫീഡറിൽ കൂട്, ഇല്ലെങ്കിൽ അവരെ കൊണ്ട് ബ്രഹ്മപുരത്ത് നിന്ന് എടുക്കും. ബ്രഹ്മപുരത്ത് നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവരെ കൊണ്ട് പ്രോറേറ്റ, ട്രാൻസ്മിഷൻ പ്രോറേറ്റ വരെ ഈ ആരടയ്ക്കണം, ഈ കൺസ്യൂമർ അടയ്ക്കണം. ഈ വള്ളത്തോൾ ജംഗ്ഷനിൽ നിന്ന് അങ്ങോട്ട് നമ്മൾ കാക്കനാടിൻ്റെ, അതായത് ഞങ്ങളുടെ തൃക്കാക്കരയുടെ ബോർഡർ കയറി പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇൻഫോ പാർക്ക് സൈഡിലേക്ക് യാത്ര ചെയ്യുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും എന്തുമാത്രം കൺസ്ട്രക്ഷൻ നടക്കുന്നതെന്ന് അറിയാവോ. ഞാൻ മനസ്സിൽ ഇങ്ങനെ ഉള്ളുകൊണ്ട് ചിരിക്കും, ഇവർ വരുമ്പോൾ എവിടുന്ന് കരണ്ട് കൊടുക്കാനാ? കാരണം കൊടുക്കാനില്ല, ഫീസിബിലിറ്റി ഇല്ല, ഒരു സ്ഥലത്തും ഇല്ല. കാക്കനാട് ഫീസിബിലിറ്റി ഉണ്ട്, പക്ഷെ അവിടെ ട്രാൻസ്മിഷൻ ലൈൻ പഴയതാണ്. തൃക്കാക്കരയ്ക്ക് ക്യൂബിക്കൽ വെക്കാൻ പോലും സ്ഥലമില്ല. രഞ്ജു ഫ്രാൻസിസ്. ആദ്യം നെറ്റ് മീറ്ററിംഗ് ഏർപ്പെടുത്തി, എല്ലാവരും വെച്ച് കഴിഞ്ഞപ്പോൾ നെറ്റ് മീറ്ററിംഗ് ഇപ്പോൾ പറയുന്നത് നെറ്റ് മീറ്ററിംഗ് പ്രാവർത്തികമല്ല. പീക്കിൽ വളരെയധികം ലോഡ് കൂടുതലാണ്. ഓഫ് പീക്കിൽ ലോഡ് ഇപ്പോൾ എക്സസ് ആണ്. സോളാർ കൂടി എക്സസ് ആയി നിൽക്കുന്ന ഒരു സമയത്തിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അതൊന്നും നേരിൽ മുൻകൂട്ടി കാണാനോ അതിനനുസരിച്ചിട്ടുള്ള ഇപ്പോൾ സോളാർ നമ്മൾ ഇത്രയും ഒരു സ്കീം ഉണ്ടാക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ ആ സോളാർ ഉപയോഗിക്കാനുള്ള ഏതെങ്കിലും ബസ്സോ അല്ലെങ്കിൽ PSP പമ്പ് സ്റ്റോറേജ് പ്രൊജക്റ്റുകളോ എല്ലാം അതിനോടൊപ്പം തന്നെ വിഭാവനം ചെയ്ത് നടപ്പാക്കേണ്ടതായിരുന്നു. ഇതൊന്നും ചെയ്യാതെ ഒരു ഡിസിഷൻ ഇല്ലാതെ ഏതൊക്കെയോ ചെയ്യുന്നു എന്നുള്ള രീതിയിലുള്ള ഭരണമാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ നമ്മൾക്കറിയാം മണിയാർ പ്രൊജക്റ്റ് 25 കൊല്ലം കഴിഞ്ഞ് നമുക്ക് തിരിച്ചു കിട്ടേണ്ടതായിരുന്നു. പക്ഷേ ഇപ്പോഴും നമുക്കറിയാം ഇത്
പ്രൈവറ്റുകാരുടെ അധികാരത്തിൽ തന്നെ നിലനിർത്തിയിരിക്കുന്നു. ഇനിയും ഒരുപാട് പ്രൈവറ്റ് പ്രൊജക്റ്റുകൾ ഇതുപോലെ അടുത്ത കൊല്ലവും അതിനടുത്ത കൊല്ലവുമായി തീരുന്നുണ്ട്. അതിൻ്റെയും അവസ്ഥ ഇതുപോലെയൊക്കെ തന്നെയായി തീരാതിരിക്കാൻ നമുക്ക് നോക്കാമെന്നേ ഉള്ളൂ. ടിറ്റോ വില്യംസ് എന്നിവർ സംസാരിച്ചു. കേരള പവർ ബോർഡ് ഓഫീസേഴ്സ് ഫെഡറേഷന്റെ എറണാകുളം ജില്ലാ സമ്മേളനം ഇന്നിവിടെ ആശീർവാദിൽ നടന്നു. ജില്ലാ സമ്മേളനത്തിന്റെ അവസാനം പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. പുതിയ ഭാരവാഹികളായി ജില്ലാ പ്രസിഡന്റായി ശ്രീ നീത ആന്റണി, ജില്ലാ സെക്രട്ടറിയായി ശ്രീമതി സാബി മോൾ, ജില്ലാ ട്രഷററായിട്ട് ജസ്റ്റിൻ കെ പി, അതുപോലെ തന്നെ ജില്ലാ വൈസ് പ്രസിഡന്റുമാരായിട്ട് ബിജു ജോസ്, മിനി എം ജി എന്നിവരെ തിരഞ്ഞെടുത്തു. ജോയിന്റ് സെക്രട്ടറി ആയിട്ട് അമിത തെരേസ, ബിന്ദു ജോൺ മത്തായി എന്നിവരെ തിരഞ്ഞെടുത്തു. എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായി ഷീല, അനിറ്റ ടി യു എന്നിവരെ തിരഞ്ഞെടുത്തു. അഡ്വൈസറി കമ്മിറ്റി മെമ്പർമാരായിട്ട് എസ്തർ സി ആർ, ഷൗക്കത്ത്, ബാബു പോൾ, കോശി ഐസക് പണിക്കർ എന്നിവരെയും തിരഞ്ഞെടുത്തു. സ്റ്റേറ്റ് കമ്മിറ്റിയിലേക്ക് രഞ്ജു ഫ്രാൻസിസ്, ബിനിൽ ജോസഫ്, ടിറ്റോ വില്യം എന്നിവരെയും തിരഞ്ഞെടുത്തു.